ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഒരു പോട്ട് അതാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബലൂൺ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ റോൾ ടിഷ്യൂ പേപ്പർ ഉണ്ട്, കുറച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ, പിന്നെ നമുക്ക് ഗമ്മുണ്ട്, ഫെവിക്കോള് ഗമ്മുണ്ട്, അതായത് വൈറ്റ് ഗ്ലൂ ഏതായാലും മതി, അതുണ്ട്. പിന്നെ നമ്മൾ വെള്ളം അത് ആവശ്യത്തിന് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബലൂണ് നമുക്ക് വേണ്ട സൈസിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമ്മൾ വീർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ മുകളിലെ ഭാഗം ഒരു ഇത്രയൊക്കെ മതി, കാരണം ഇവിടെ നമുക്കൊരു നമ്മുടെ പോട്ടിൻ്റെ വായ്ഭാഗമൊക്കെ വേണമല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യുക, നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉറപ്പുള്ള ബലൂണ് വേണം ഇതിന് ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊക്കെ ഇതാക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഹാർഡായിട്ടുള്ള ബലൂൺ, മീൻസ് കുറച്ച് കട്ടിയുള്ള ബലൂണ് നമ്മളിതിന് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മൾ ഏകദേശം ഇതേപോലെ അതിനെങ്ങനെ കവർ ചെയ്യുക. നമ്മൾ എടുത്തിരിക്കുന്ന പശ കട്ടി കൂടുതലാണെങ്കിൽ നമുക്കതിൽ വെള്ളമൊഴിച്ച് ലൂസാക്കാം. കാരണം ഇവിടെ നമുക്ക് പശ ഇത്തിരി ലൂസായാലും ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമ്മൾ ടിഷ്യൂ പേപ്പറാണല്ലോ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കുറച്ച് ലൂസാക്കാം. അപ്പോൾ നമ്മൾ ബലൂണിൻ്റെ താഴ്ഭാഗം അതുപോലെ വശങ്ങളിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചു ശേഷം നമ്മൾ ടിഷ്യൂ ഇതുപോലെ എടുത്തു. അടുത്ത ടിഷ്യൂ നമ്മൾ എടുക്കുകയാണ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അതിൽ ചെറിയ ടെക്സ്ചറുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ട്. അതായത് ഒത്തിരി സോഫ്റ്റും അല്ല, എന്നാൽ നമുക്ക് അത് സോഫ്റ്റ് ആണ് താനും, അങ്ങനത്തെ ടിഷ്യൂ പേപ്പർ എടുക്കുക. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ വെച്ചതിൻ്റെ മുകളിലൂടെ ഒന്ന് വീണ്ടും പശ തേക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തും ടിഷ്യൂ പേപ്പർ വെക്കണം. ടിഷ്യൂ പേപ്പർ ഈ ഭാഗത്ത് വെച്ചു. ഇനി നമ്മളിതാവാനുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ പശ ആവാനുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കുക. ആദ്യത്തെ ലെയർ ടിഷ്യൂ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂൻ്റെ മുകളിൽ ചെറിയ നനവൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഇനിയും ടിഷ്യൂ ഒട്ടിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഒട്ടിക്കേണ്ട പരിപാടിയാണ് ഇതിൻ്റെ മുകളിൽ. അതിനുവേണ്ടി നമ്മൾ പശ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വലിയ ടിഷ്യൂ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക, പകുതി പീസാക്കിയിട്ടൊക്കെ നമുക്ക് വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണോ
നല്ലതായിട്ട് തോന്നുന്ന ആ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇവിടെയാണ് വായ്ഭാഗം വരിക. നമ്മൾ അത് ഒഴിവാക്കി ബാക്കി എല്ലാ ഭാഗത്തും ഇപ്പോൾ ഫസ്റ്റ് ലെയർ ടിഷ്യൂ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും കവർ ചെയ്യണം. 10 ലെയറൊക്കെ ടിഷ്യൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ടിഷ്യൂ ഒട്ടിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ പോട്ട് അത്യാവശ്യം തിക്നെസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ടിഷ്യൂ ഒട്ടിക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് വായ്ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നല്ലപോലെ ഗമ്മ് ഇതിൽ കൊടുക്കണം. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനിയും ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ ഒട്ടിക്കണം. ഇതാണ് നമ്മൾ ബലൂൺ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ച് വെച്ച് ചെയ്തെടുത്തതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10-15 ലെയർ ടിഷ്യൂ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരിടുന്നൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ചില ബലൂണ് നമ്മൾ വെക്കുമ്പോൾ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുങ്ങി പോവാറുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നമുക്ക് ആ ഒരു സമയം കൊണ്ട് തന്നെ ചുരുങ്ങി പോകുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഷേപ്പ് അല്ല. കാരണം ഇതിങ്ങനെ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഒരു കുറച്ച് എന്താ പറയുക ചെറിയ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇനി ഒന്ന് ലെവലാക്കി എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജിപ്സം പൗഡറാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു കുറച്ചുകൂടെ ഉറപ്പും കിട്ടും. അതുപോലെ നമുക്ക് ഈ സാധനം പെയിൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ നല്ല ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല ഫിനിഷിങ് അത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ജിപ്സം പൗഡർ നമ്മൾ പേസ്റ്റ് രൂപത്തിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 2-3 മണിക്കൂർ നമ്മളിത് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് നമ്മളിതിൻ്റെ പുറത്തൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ചൊക്കെ ഒന്ന് നമ്മൾ റബ്ബ് ചെയ്ത് ഒന്ന് മിനുസപ്പെടുത്താനുണ്ട്. ഇതിൻ്റെ നല്ലൊരു ഷേപ്പിലേക്കൊക്കെ വരുത്താനുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ജിപ്സം പൗഡറൊക്കെ അപ്ലൈ ചെയ്തു. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നല്ലപോലെ റബ്ബ് ചെയ്ത് ഒന്ന് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയൊരു ടെക്സ്ചർ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. അത് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അടിഭാഗം കണ്ടിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബലൂണിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ ആവും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ വായ്ഭാഗം നമ്മൾ ഒത്തിരി വലിപ്പമൊന്നും കൊടുത്തിട്ടില്ല, ചെറിയ രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് നമ്മൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ കളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലോസി ഗോൾഡനാണ് നമ്മൾ സെലക്ട് ചെയ്ത കളറ്. ഇതാണ് നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ ഫൈനൽ റിസൾട്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഗ്ലോസി ഫിനിഷുള്ള ഗോൾഡൻ കളറാണ്. അതിലേക്ക് തൽക്കാലം നമ്മളൊരു നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.